കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പോൾ അമ്മ കുറച്ച് അഗസ്തിപ്പൂ തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. ഞാനതൊരു ബോക്സിനകത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് തോരൻ വെക്കാമെന്ന് കരുതി. ഇതിൻ്റെ തന്നെ വെള്ളയും ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരു ചോപ്പാണ് കേട്ടോ പിടിക്കുന്നത്. അപ്പോൾ കൊണ്ടുവന്നുടനെ തന്നെ വെള്ളത്തിലൊക്കെ മുക്കി നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഇങ്ങനെ പൊളിച്ച് നോക്കണം. കാര്യം ഇതിനകത്ത് ആളുതാമസം കാണുവേ. 1-2 തവണയൊക്കെ പുഴു എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇങ്ങനെ വൃത്തിയാക്കുവാണ്. അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കുനുകുനാ അരിഞ്ഞെടുക്കുക. പിന്നെ കടു പൊട്ടിച്ച് സാധാ തോരൻ വെക്കുന്ന പോലെ ഇതിനകത്തേക്ക് ഇട്ട് ഉപ്പ് ഇട്ട് അങ്ങ് അടച്ച് വെക്കണം. ഈ ഒരു ക്വാണ്ടിറ്റി വാടിക്കഴിഞ്ഞാൽ കാണത്തില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപ്പൊക്കെ ഇട്ടാൽ മതി. പിന്നെ സൈഡിൽ കൂടെ ഞാൻ മോരും ആക്കുന്നുണ്ട്. മോര് ഭയങ്കര ഇഷ്ടമാണ്. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ അഗസ്തിപ്പൂ ഈ ഒരു പരുവാകും കേട്ടോ. പിന്നെ അതിലേക്ക് വളരെ കുറച്ച് മാത്രം തേങ്ങയുടെ അരപ്പിടുക. അതിനുശേഷം 2 മുട്ടയാണ് ഞാൻ പൊട്ടിച്ചിടുന്നത്. ഇത് ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറുന്നത്. അല്ലാണ്ട് ഇതൊരു കയ്പ്പ് ഫീൽ ചെയ്യും. മുട്ട ചേർക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു കയ്പ്പ് വരത്തില്ല കേട്ടോ. നല്ല ടേസ്റ്റ്. നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉണ്ടാക്കാറ്? ബാക്കി ഐറ്റംസ് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു അഗസ്തിത്തോരനുണ്ട്. പിന്നെ നമുക്ക് നെയ്ച്ചാള കിട്ടി. അതിൻ്റെ മുട്ട സെപ്പറേറ്റ് ഞാൻ വറുത്തിട്ടുണ്ട്. പിന്നെ മോര്, പിന്നെ ചാളക്കറി. പോരെ, എങ്ങനെയുണ്ട്?